മറ്റൊരു ടെക് വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പല ആളുകളും പേടിഎം, ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരാണല്ലേ. ചില ഷോപ്പുകളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള സ്മാർട്ട് സ്പീക്കേഴ്സ് അനൗൺസ് ചെയ്യാറുമുണ്ട്. അപ്പോൾ നമ്മളിൽ പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ആരെങ്കിലും പൈസ ഇടുമ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നല്ലേ. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് വരുന്ന പേയ്മെൻ്റ് ഒക്കെ അനൗൺസ് ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷൻ, UPI പേയ്മെൻറ്റ് അനൗൺസർ എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് UPI പേയ്മെൻറ്റ് അനൗൺസർ എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാമെന്നാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നേരെ പോകാം വീഡിയോയിലോട്ട്. ഞാനിവിടെ UPI പേയ്മെൻറ്റ് അനൗൺസർ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് ഫുള്ള് വായിച്ച് കേൾപ്പിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് കാണിക്കുക. ഇവിടെ നമുക്കൊരു അക്സെപ്റ്റ് ബട്ടൺ ഉണ്ട്, കണ്ടുപിടിക്കുക. ഓക്കെ, അക്സെപ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ള പേയ്മെൻറ്റ് UPI ആപ്ലിക്കേഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ നമ്മൾ മസ്റ്റായിട്ട് അലൗ ചെയ്യണം. ഇവിടെ ഓക്കെ ഉണ്ട്, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ സിസ്റ്റം നോട്ടിഫിക്കേഷൻ മാനേജർ എന്നുള്ളൊരു പേജിലോട്ട് നമുക്ക് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും താഴെ ഇവിടെ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കാണിക്കും. ഇവിടെ നമുക്ക് UPI പേയ്മെൻറ്റ് അനൗൺസർ എന്നുള്ളതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അലോ ചെയ്യണം. ഞാനിവിടെ അലോ ചെയ്തു. നമുക്കിവിടെ ബാക്ക് കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ മെയിൻ ഇൻ്റർഫേസിലോട്ട് എത്തി. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. റൈറ്റ് സ്വൈപ്പ് ചെയ്യാം. മോർ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യം ഓൾ പേയ്മെന്റ് ആണ്, ഫേവറേറ്റ് പേയ്മെന്റ്, പേയ്മെന്റ് വിത്ത് നോട്ട്സ്, പേടിഎം പേയ്മെന്റ്സ് ഓൺലി, GPay പേയ്മെന്റ്സ് ഓൺലി, ഫോൺ പേ, ഇങ്ങനെയാണുള്ളത്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നവരുടെ പേയ്മെന്റ് മാത്രം അനൗൺസ് ചെയ്യണോ അതോ ഫോൺ പേയിലുള്ള മാത്രം അനൗൺസ് ചെയ്യണോ, അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾ കൊടുക്കുന്നു. അടുത്ത് നമുക്ക് ഇവിടെ ഡേറ്റ് ആണ്. അവിടെ ഞാൻ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം മാത്രം അനൗൺസ് ചെയ്താൽ മതിയോ, ഏതെങ്കിലും ഒരു ഡേറ്റ് അനൗൺസ് ചെയ്താൽ മതിയോ എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സെറ്റിംഗ്, ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സ്വൈപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് നോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് വരും. ഇത് നമുക്ക് പേയ്മെൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ഹിസ്റ്ററി പോലെ ഇവിടെ കിടക്കും. അപ്പോൾ നമുക്ക് വീണ്ടും റൈറ്റ് സ്വൈപ്പ് ചെയ്യാം. ഇവിടെ ഒരു ഗൂഗിളിൻ്റെ ആഡ് ഉണ്ടാവും. അവിടെ നമുക്ക് ടോക്ക് ബാക്ക് ഒന്നും അനൗൺസ് ചെയ്ത് തരില്ല. ഓക്കെ, നമുക്ക് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷനാണ് വേണ്ടത്. ഡബിൾ ടാപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഈ ഒരു ഫോൺ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് പേജ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, റീഡ് പേയ്മെന്റ് ഇൻഫോ ഇത് നമ്മൾ ടിക്ക് ചെയ്തിരിക്കണം. ഇത് ടിക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇത് അനൗൺസ് ചെയ്യണമെന്നുള്ളതാണ്. അതാണല്ലോ ഈ ആപ്ലിക്കേഷൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ നമുക്കിത് ടിക്ക് ചെയ്യാം. ഓൾറെഡി ടിക്ക് ആയിരിക്കും. ഇവിടെ വോയിസ് സെറ്റിംഗ്സ് ആണ് അടുത്ത ടൈറ്റില്. Increase volume to max during announcement. If enabled, just before announcing payment info, the volume will be increased to maximum. Not tick. Increase volume. ഇത് ഞാൻ ടിക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോണിൽ വോളിയം കുറച്ച് വെച്ചിരിക്കുകയാണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ വോളിയം കൂടിയിട്ടായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ആയിട്ടായിരിക്കും. അതിനാണ് ആ ഒരു ഓപ്ഷൻ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ആരാണോ പൈസ അയച്ചു തന്നത് അവരുടെ പേര് അനൗൺസ് ചെയ്യണമെന്നാണ്. ഞാനിത് ടിക്ക് ചെയ്യുന്നു. അത് ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ലാംഗ്വേജ് ടു സ്പീക്കിംഗ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിച്ച സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ഇംഗ്ലീഷ് മാത്രമേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ലാംഗ്വേജസ് ഒക്കെ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ എന്തോ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി എന്തൊക്കെ ലാംഗ്വേജ് ഉണ്ടെന്ന് നോക്കാൻ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക.
Kannada, Telugu, Tamil, Bangla, Gujarat, Malayalam, Punjabi. Select apps from which payment info ഓക്കെ, is അപ്പോൾ read. അത്രയുണ്ട്. പിന്നെ നമുക്ക് ഇനി അടുത്തുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷനിലുള്ള നോട്ടിഫിക്കേഷൻ നമുക്കത് ആദ്യത്തെ മെയിൻ ഇന്റർഫേസിലും സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പേടിഎം, ഫോൺ പേ, ഗൂഗിൾ പേ, അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റീസെറ്റ് ഓപ്ഷനാണ്. നമുക്ക് ഈ ഫോൺ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് എല്ലാം റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനകരമായി തീർന്നു എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വേഗം കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ്. ബൈ ബൈ.